ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഒരു ആൻസറാണ്. അപ്പോൾ ആ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ വളർത്തുന്നത്, അഴിച്ചു വിട്ടാണോ, എന്തൊക്കെ തീറ്റയാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഭയങ്കര താല്പര്യം, ആ താല്പര്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കോഴിമുട്ട വീട്ടിൽ തന്നെ ഉള്ള കോഴിയുടെ കയ്യിൽ നിന്ന് കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹമൊന്നും ചോദിക്കരുത്. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 12 കോഴീനെയാണ് ഇപ്പം മേടിച്ചിരിക്കുന്നത്. ആ കോഴീനെ 12നെ കരിങ്കോഴി തന്നെ ആവണമെന്ന് ആഗ്രഹിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാനൊരു 7-8 വർഷം മുമ്പ് കുറച്ച് കോഴീനെ മേടിച്ച് വളർത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആകെ തുകയാണ് ഞാൻ അവസാനം കരിങ്കോഴിയിലേക്ക് എത്താനുള്ള കാരണം. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുങ്ങളെ കൂട്ടിലിട്ടാണ് വളർത്തുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഞാനിത് കൂട്ടിലിട്ടല്ല വളർത്തുന്നത്. ഞാൻ രാത്രി അതുങ്ങൾ കയറി കൂട്ടിലിരിക്കാറുണ്ട്, രാവിലെ അത് കണ്ണി ഇറങ്ങാറുണ്ട്. ഞാൻ രാവിലെ ഇറങ്ങുന്നതിനോ കയറുന്നതിനോ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെല്ലാറില്ല, അതുങ്ങൾ തന്നെ കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂട്ടിലിട്ടല്ല വളർത്തുന്നത്. എൻ്റെ ഒരു അഭിപ്രായം കരിങ്കോഴികളെ തുറന്നു വിട്ട് തന്നെ വളർത്തുന്നതാണ് നല്ലതെന്നാണ്. അടുത്തൊരു ചോദ്യം, എന്ത് തീറ്റയാണ് ഞാൻ നിങ്ങൾക്ക് കൊടുക്കുന്നതെന്നുള്ളതാണ്. നമ്മളുടെ വീട്ടിൽ ഇതിനെ കൊണ്ടുവന്നത് 1 മാസം പ്രായമുള്ളപ്പോഴാണ്. അതിനുശേഷം 1 മാസം കൃത്യമായിട്ട് ഞാൻ ഗ്രോവർ കണ്ടിന്യൂസ് കൊടുക്കുമായിരുന്നു. ആ സമയത്ത് വീട്ടിലുള്ള വേസ്റ്റുകളും പുല്ലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരാഴ്ചയിൽ 3 തവണ ഗ്രോവർ കൊടുക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ വീട്ടിലെ വേസ്റ്റുകളും പിന്നെ പച്ചപ്പുല്ലും ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 4 മാസം എൻ്റെ കൈ കിട്ടി. 4 മാസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മുട്ട എനിക്ക് കിട്ടി. ആ മുട്ട കിട്ടിയതിന് ശേഷം ഞാനൊരു ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ ലെയർ മാഷ് മേടിച്ചു, അതായത് മുട്ടത്തീറ്റ മേടിച്ചു. അതെല്ലായിടത്തും കിട്ടും മേടിക്കാൻ. ഗ്രോവറിനും ലെയർ മാഷിനും അന്ന് ഞാൻ മേടിക്കുന്ന സമയത്ത് 33 രൂപയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 36 രൂപയാണ് കിലോയ്ക്ക്. അപ്പോൾ അങ്ങനെ അവർക്ക് ലെയർ മാഷ് കൊടുത്തു. ലെയർ മാഷ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മുട്ട എനിക്ക് കണ്ടിന്യൂസ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ 6 മുട്ട എനിക്ക് ആവറേജായിട്ട് എല്ലാ ദിവസവും കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ മുട്ട ഇപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് കോഴികളെ വിരിയിക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെ കോഴികളെ വിരിയിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ബാച്ച് ഞാനിപ്പോൾ കൊടുത്തു, കുറച്ച് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ അടുത്ത ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ തന്നെ അത് വിരിയും. അപ്പോൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ആൾക്കാരുടെ കയ്യിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ആരെങ്കിലും ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. അല്ലാതെ നമുക്ക് അല്ലെങ്കിൽ ഞാനിവിടെ തന്നെ നിർത്തി വളർത്തുന്ന ഒരു രീതിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു രീതികൾ. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇനി എന്തിനെയാണ് നിങ്ങൾ ഏതെങ്കിലും കോഴിയെ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ കരിങ്കോഴിനെ മാത്രമേ സജസ്റ്റ് ചെയ്യൂ. പിന്നെ അതെൻ്റെ കയ്യിലുള്ളത് കൊണ്ടല്ല കേട്ടോ, അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് കരിങ്കോഴിയാണ് നല്ലതെന്ന്. പിന്നെ ഞാൻ വളർത്തുന്നത് എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വളർത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ പിള്ളേർ അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന മുട്ടയിൽ ഒരു ക്വാളിറ്റി ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കരിങ്കോഴി തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ ഇതുങ്ങളെ വലിയ തലവേദന ഇല്ലാതെ ഇതുങ്ങൾ വളർന്നോളും. നമ്മളിതിൻ്റെ പുറകെ നടന്ന് വളർത്തേണ്ട കാര്യമില്ല. അപ്പോൾ ആവശ്യത്തിന് ഫുഡ് കൊടുക്കുക, നല്ല വെള്ളം കൊടുക്കുക. വെള്ളം ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അവർക്ക് വൃത്തിയുള്ള വെള്ളം കൊടുക്കുക. അത് കൊടുത്താൽ പിന്നെ നമ്മൾ ഫുഡും കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കൊടുക്കുന്നതൊക്കെ ഓൾറെഡി ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പുറകെ നടക്കാറില്ല. ഒരു കുഴലിൻ്റെ അകത്ത് ഫുഡ് നിറച്ച് വെച്ചിട്ട് ഞാൻ ഒരു 2-3 ദിവസത്തേക്കുള്ള ഫുഡ് അതിൻ്റെ അകത്ത് നിറച്ച് വെക്കും. അത് നിങ്ങൾ ഉപയോഗിക്കാറാണ് പതിവ്. ഞാൻ അതിൻ്റെ പുറകെ നടന്നൊന്നും കൊടുക്കാറില്ല. പിന്നെ വീട്ടിലെ ബാക്കി വരുന്ന സാധനങ്ങളും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ.